Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi. I am Ashik Joy. So as usual, let us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in caelo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അറിയിപ്പ്. എറണാകുളം സെൻറ് മേരീസ് ബസിലിക്ക ദേവാലയത്തിൽ നിലവിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് കോടതി വിലക്ക് നിലനിൽക്കുന്നതിനാൽ ഈ വർഷത്തെ വിശുദ്ധ വാരത്തിൽ ഓശാന ഞായർ മുതൽ ഈസ്റ്റർ ഞായർ വരെ തിരുക്കർമ്മങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. വ്യക്തിപരവും നിശബ്ദവുമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ബസിലിക്ക പള്ളി തുറന്നിടുന്നതായിരിക്കും. സാഹചര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുമല്ലോ. പീഡാനുഭവാരത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. മാർ ജോസഫ് പാംപ്ലാനി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി. ഏപ്രിൽ 12, 2025. എത്രയോ ദിവസങ്ങളിൽ എത്രയോ മാസങ്ങളായി, ഏകദേശം എനിക്കൊന്ന് 2 വർഷത്തിനടുത്തായി ബസിലിക്ക അടച്ചിട്ടിരിക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ഏകീകൃത പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വൈദികർ എതിർക്കുന്നത് കൊണ്ടും ആ വൈദികരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതൊക്കെ കൊണ്ടാണ് ബസിലിക്കൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സർക്കുലറിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ കേട്ടാൽ ഭയങ്കര പ്രതിഷേധമാണ് ഇതിനെതിരെ. അതായത് ഇത്രയും മാസമായിട്ടും ഒരു ബസിലിക്ക തുറന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ആർക്കും സാധിക്കുന്നില്ല, ഒരാൾക്ക് സാധിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം എന്നിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് മുഴുവനും സാധാ വിശ്വാസികളാണ്. നാണക്കേട്. അപ്പോൾ ഈ വിശുദ്ധവാരമായിട്ട് പോലും തിരുക്കർമ്മങ്ങളൊന്നും അവിടെ നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വിമതർ സമ്മതിക്കുന്നില്ല, അവർ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഭയന്നിട്ടാണ്. ഇതിലേറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിമത ഗ്രൂപ്പിലുള്ള വൈദികർക്കെതിരെ യാതൊരുവിധ നടപടിയുമില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വൈദികൻ ഒരു ബലഹീനതയുടെ പുറത്ത് അദ്ദേഹം വീണുപോയാൽ നമ്മൾ ആരും വിധിക്കരുത്, അതെല്ലാവർക്കും പറ്റും. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആർക്കും ബലഹീനതയുടെ പുറത്ത് തെറ്റ് പറ്റത്തില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ് ഇത്തരം തെറ്റുകൾ, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ പുറത്ത് ചെയ്യേണ്ടതാണ് ഇത്തരം തെറ്റുകൾ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആത്മാർ വരുന്നു, ആ വൈദികൻ പിടിച്ച് തള്ളുന്നു, ബലിപീഠം തള്ളി നീക്കുന്നു, ബാത്റൂം മൂത്രപ്പുരയുടെ മുൻപിൽ നിന്ന് എല്ലാവരും വട്ടത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നു, മാരത്തോൺ കുർബാനകൾ അർപ്പിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു പരിശുദ്ധ കുർബാന, നമ്മൾ ക്യൂ നിന്ന് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ പലരും കൈകളിൽ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അത്രയും വേദന തോന്നാറുണ്ട്. അപ്പോൾ തിരുവോസ്തി ആരുടെയും കഴിഞ്ഞ് താഴെ വീഴുമ്പോൾ തന്നെ നമ്മുടെ ചങ്കിടിക്കും. അപ്പോൾ ഈ 4 വർഷമായിട്ട് ഈ പരിശുദ്ധ കുർബാന ഇത്ര മാത്രം നിന്ദിച്ചിട്ട് ആർക്കും ഒരു വേദനയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നും കേൾക്കുന്നില്ല. വളരെ നിസ്സാരമായിട്ട് പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഇതിങ്ങനെ പോണു. അപ്പം ഭൂരിഭാഗം പേരും, എനിക്കറിയുന്ന ആൾക്കാരും ഞാനടക്കം ചിന്തിച്ചുള്ളൊരു കാര്യമാണ്, ഈ പരിശുദ്ധ കുർബാന തർക്കത്തിൽ മുൻപിൽ നിൽക്കുന്നത് വൈദികരാണ്. 400-ഓളം വൈദികരാണ്. അപ്പോൾ ഇവർ 12 വർഷം ഇവർ സെമിനാരികളിൽ പഠിച്ചത് എന്തായിരുന്നു? ഞാനടക്കം നിങ്ങളടക്കം കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മാർ, നമ്മളെല്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് നമുക്കുണ്ടായ ഒരു ദൈവാനുഭവമാണ് നമ്മൾ ഇന്ന് വിശ്വാസത്തിൽ പിടിച്ച് നിർത്തുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്, ഒരു ഗോഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ രക്ഷിച്ച സംഭവങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മളെ ഈ വിശ്വാസത്തിൽ പിടിച്ച് നിർത്തുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനടക്കം നിങ്ങളടക്കം ഭൂരിഭാഗം നമ്മളാരും CCC കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, UCAT, അല്ലെങ്കിൽ വത്തിക്കാൻ സെക്കൻഡ് ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ 20 സുനഹദോസുകൾ ഡോക്യുമെൻ്റൊന്നും വായിച്ചിട്ടല്ല നമുക്ക് വിശ്വാസം ലഭിച്ചത്. നമുക്ക് വിശ്വാസം ലഭിച്ചത് കൈമാറ്റപ്പെട്ട് ലഭിച്ചതോ, അല്ലെങ്കിൽ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടോ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലായത് യേശുവാണ് ഏകദേശകൻ, കുമ്പസാരത്തോടെ പാപമോചനം ലഭിക്കും, പരിശുദ്ധ കുർബാന ഭയഭക്തിയോടുകൂടെ സ്വീകരിക്കണം, വൈദികരെ ബഹുമാനിക്കണം, സഭയെ അനുസരിക്കണം. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. എന്നാൽ ഈ വൈദികരെ സംബന്ധിച്ച് 12 വർഷം ഇവരെ സെമിനാരികളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ 12 വർഷം സെമിനാരിയിൽ പഠിച്ച് പിന്നീടും പല ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത് ഈ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന വൈദികരിൽ പ്രായമായിട്ടുള്ള വൈദികർ പോലും ഉണ്ട്.
അങ്ങനെ നിരവധി ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത് എണ്ണിയാൽ തീരാത്ത അത്ര പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ചിട്ട് അതേ ആൾക്കാരാണ് മൂത്രപ്പുരയുടെ മുന്നിൽ നിന്ന് ദിവ്യബലി അർപ്പിക്കുന്നത്. അതേ ആൾക്കാരാണ് ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈദികനെ പിടിച്ച് തള്ളുന്നത്. അപ്പോൾ എവിടെയായി പ്രശ്നം? ഇനി എന്താണ് എനിക്ക് മനസ്സിലാകുന്നത്? എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇത് പറയുമ്പോൾ. നമുക്ക് എന്താ, അപ്പം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് മൂക്കിന് അസ്വസ്ഥതയാണ്. അല്ലാത്തപ്പോഴൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന് പറഞ്ഞ വൈദികന് മാതാവ് 10-25 വർഷത്തോളം നൽകിയ സന്ദേശങ്ങളടങ്ങിയ പുസ്തകമാണ്. ഇതിൽ മാതാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ വിശ്വാസ ത്യാഗത്തിൻ്റെയൊക്കെ കാരണമെന്ന്. 1990 മാർച്ച് 13 ചാപ്റ്റർ 420 അധ്യായത്തിൽ ഹെഡിങ് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ. അതിലിങ്ങനെയാണ് ഈ തുടങ്ങുന്നത്. മാതാവ് പറയുകയാണ്, സുവിശേഷത്തിൽ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ഇനിയും വിശ്വാസം അവശേഷിക്കുന്നതായി അവിടുന്ന് കാണുമോ? എൻ്റെ പുത്രനായ യേശുവിൻ്റെ ഈ വാക്കുകളെപ്പറ്റി ഇന്ന് നിങ്ങൾ ധ്യാനിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. എന്നിട്ട് മാതാവ് പറയാണ്, ഫാത്തിമയിൽ സത്യവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. ഇപ്പോഴാണ് ഈ സന്ദർഭം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് മാതാവ് പറയാണ്, ഈ വിശ്വാസ നഷ്ടത്തിൻ്റെ കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. മാതാവ് പറയാണ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള ഈ വിശ്വാസ നഷ്ടത്തിൻ്റെ കാരണങ്ങൾ ഇവയൊക്കെയാണ്. എന്താണ്? ഒന്നാമതായിട്ട് 3 കാരണം മാതാവ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, സെമിനാരികളിലും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അധ്യാപകരും അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക വഴി അവയ്ക്ക് ലഭിക്കുന്ന വിശ്വാസ്യതയും ന്യായീകരണവും. സെമിനാരികളിലും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ മംഗലാപുരത്ത് പഠിച്ചിരുന്ന സമയത്ത്, ജീസസ് യൂത്തിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് താമസിക്കാറ്, ജീസസ് യൂത്തിലെ ആൾക്കാരൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ജീസസ് യൂത്ത് ഹോമിലായിരുന്നു. അപ്പം എനിക്കറിയുന്നൊരു സെമിനാരിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള 2-3 പേരുണ്ടായിരുന്നു. അതിൽ 5-6 വർഷം സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള 2 അനുഭവങ്ങൾ, അതായത് 6-8 വർഷം, ഒരാൾ 6 വർഷം, മറ്റൊരാൾ 8 വർഷം സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരാണ്. അതിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഈ മാലാഖമാരൊന്നും യഥാർത്ഥത്തിൽ ഇല്ല, അതൊരു ഫേക്കായിട്ടുള്ള കാര്യമാണ്, റിയാലിറ്റിയിൽ അങ്ങനെ ഇല്ല, അത് അച്ഛന്മാർ ഇങ്ങനെ വെറുതെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ, സത്യത്തിൽ അങ്ങനെ ഇല്ല. ഞാൻ പറയും, ഇതാര് പറഞ്ഞു? അത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന വൈദികർ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ ഒരു അനുഭവം. അതുപോലെ ഞാനൊരു രൂപതയുടെ സ്റ്റാളിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയുണ്ട്, ഒരു സെമിനാരി വിദ്യാർത്ഥിയായാണ്. സാധാരണ ഒരു സിസ്റ്റർമാരാണ് ഉണ്ടാവാറ്. അന്ന് പോയപ്പോഴേ സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു? സെമിനാരി വിദ്യാർത്ഥിയാണ്. ഓക്കെ, എത്രാമത്തെ ഇയറാണ്? 8ാമത്തെ വർഷമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ 2 ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ. യേശു ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 2, ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന്. യേശു ഏകരക്ഷകനാണോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല, വിശ്വസിക്കുന്നില്ല യേശു ഏകരക്ഷകനാണെന്ന്. അങ്ങനെ അതൊക്കെ വചനത്തിലൊക്കെ അങ്ങനെ പലതും പറയും എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റി മറുപടി ഇതാ, യേശു വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റി ഓക്കെ 2 അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്, ദൈവശാസ്ത്ര പണ്ഡിതർക്ക് പോലും ഉണ്ട്. അത് തെറ്റ് വിഗ്രഹാർപ്പിത ഭക്ഷണം തെറ്റ് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷെ അത് ഒരു എക്സ്ക്യൂസും ഉണ്ട്, പലരും പല അഭിപ്രായം പറയുന്നുണ്ട്, ഈ വ്യക്തിക്ക് കൺഫ്യൂഷനാണെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ യേശു ഏകരക്ഷകനാണ് എന്ന് ആണോ എന്ന് ചോദിക്കും, യെസ് എന്ന് തീക്ഷ്ണതയോടുകൂടെ കത്തി ജ്വലിച്ച് പറയേണ്ട സെമിനാരി വിദ്യാർത്ഥി മൗനം പാലിച്ചിട്ട് എന്നോട് പറയാണ്, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം, അപ്പം ഞാനാരേട്ടാ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യം. അപ്പം മാതാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെമിനാരികളിലും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും, തെറ്റായ കാര്യം പഠിപ്പിക്കേണ്ടത് തിയോളജിസ്റ്റുകളാണ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാനിയേൽ അച്ഛൻ പറഞ്ഞ സംഭവം സെയിം, ഇത് അച്ഛന് തന്നെയാണ് പറഞ്ഞത്. ഇതേ കാര്യം, മാലാഖമാരൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ സെമിനാരികളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമേഷൻസ് കിട്ടിയ ആൾക്കാരായിരിക്കില്ലേ
ഈ പരിശുദ്ധ കുർബാനയെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നത്, ബലിപീഠത്തെ എടുത്തുരുട്ടുന്നത്? അപ്പോൾ എന്നിട്ട് ആരും ഇതിനെ പറ്റിയിട്ട് ഇതിനെ തെറ്റ് തിരുത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത വൈദികർ ഇടവകളിൽ പോകുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എനിക്കറിയുന്ന 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ അനുഭവം പറയുന്നത്, ഞാൻ ഈ ബ്രൗൺ സ്കാപ്പുലറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൗൺ സ്കാപ്പുലർ വഴി നമുക്ക് ലഭിക്കുന്ന ശനിയാഴ്ച വരം. ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഉത്തരീയം ധരിച്ച് മരിക്കുന്ന വ്യക്തി സാബത്തൈൻ പ്രിവിലേജ് ശനിയാഴ്ച വരം സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ മാതാവ് വരുന്ന ശനിയാഴ്ച, തൊട്ടടുത്ത ആഴ്ച വരുന്ന ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി മാതാവ് കൊണ്ടുപോകും, ശനിയാഴ്ച വരം സ്വീകരിച്ച് മരിച്ച വ്യക്തിയാണെങ്കിൽ. അപ്പോൾ ഈ ശനിയാഴ്ച വരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മലീത്ത വൈദികരെയോ അല്ലെങ്കിൽ നമ്മുടെ വികാരിയച്ഛനെ സമീപിച്ചാൽ മതി. ആദ്യം കർമ്മലീത്ത വൈദികരോട് മാത്രമായിരുന്നു, അവർക്ക് മാത്രമാണ് അധികാരം ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ഒരുപാട് പേര് സ്വീകരിക്കുന്നുണ്ട്. സഭ അത് ഈ അധികാരം വികാരിയച്ഛന്മാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഇന്നലെ ഒരുപാട് പേര് വാട്സാപ്പിൽ അയച്ചത്, ചേട്ടാ ഞങ്ങളുടെ വൈദികരുടെ അടുക്കൽ പോയി അവർ പറയണത് ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്നാണ് പറയണത്. ഇങ്ങനെ സംഭവമൊന്നും ഇല്ല, ഇല്ല എന്നാണ് പറയണത്. ആര് പറഞ്ഞു? മാതാവ് എത്ര സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് പറയാണ് ഉത്തിരിയന്തരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ സംഭവമേ ഇല്ല എന്ന്. അപ്പം 1322 ജോൺ 22 മാർപ്പാപ്പ സാക്രിറ്റിസിമോ ഉറ്റി കുൾമിനെ എന്ന് പറഞ്ഞിട്ടുള്ള പാപ്പൽ ബുള്ളിൽ പാപ്പ ഇറക്കിയ ഒരു പ്രസ്താവനയാണ്, നിങ്ങൾ ഈ ബ്രൗൺ സ്കാപ്പിൽ ഉത്തിരിയം ധരിച്ച് ശനിയാഴ്ച വരെ സ്വീകരിച്ച് മരിക്കുന്ന വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പെട്ടാൽ മാതാവ് ശനിയാഴ്ച വന്ന് ആ വ്യക്തിയെ കൊണ്ടുപോകും, സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല, ഒരു മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഓർമ്മയിൽ കൊല്ലം രൂപത സ്ഥാപിക്കാൻ അനുമതി കൊടുത്ത മാർപ്പാപ്പയാണ് തോന്നിയത്. അപ്പോൾ ഇത് മാർപ്പാപ്പ എങ്ങനെയാണ് ഈ പാപ്പൽ ബുള്ള് ഇറക്കാൻ കാരണം? മാർപ്പാപ്പയ്ക്ക് ഒരു മാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിലൂടെ മാതാവ് പറഞ്ഞ കാര്യമാണ് മാർപ്പാപ്പ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത നൂറ്റാണ്ടിലായിരുന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാർപ്പാപ്പ ഇത് കൊടുത്തത്, മാതാവ് ദർശനം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കാര്യം ഈ വൈദികർക്ക് അറിഞ്ഞുകൂടാ. ഈ സ്കാപ്പുലർ ആൾക്കാർ ശനിയാഴ്ച വരത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പൈപ്പിക്കുക. എന്നിട്ട് പാവങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴും വളരെ ദുഃഖകരമാണ്. ഇതുതന്നെയാണ് പറയണത്, നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഒരു പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ഒരു കരിയറായിട്ട് പലരും എടുത്തിരിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് ആർക്ക്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കാനാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാറ്. ഞാനും എൻ്റെ കുടുംബവും അങ്ങനെയാണ് ചെയ്യാറ്. അത് ദിവികാരുണ്യ നിന്ദനങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഇത് സ്വീകരിക്കുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിനെയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഇത് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിച്ച് വിടുകയാണ് ഒരു കൂട്ടം യുവ വൈദികർ. അതിലൊരു വൈദികൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനെവിടെയും കണ്ടിട്ടൊന്നുമില്ല പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഇത് ആരാ പറഞ്ഞത്? നിങ്ങളിവിടെ നിന്നിട്ട് അഭ്യാസം കാണിക്കുന്നത്, നിങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ മുട്ടുകുത്തി കുർബാന സ്വീകരിക്കണമെന്ന്. എന്താ പറയുക ഇവരോടൊക്കെ? ചിലർ പറയും ഇതൊക്കെ 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ദുരാചാരമാണ്, മുട്ടുകുത്തി പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുന്നത്. ഇവർക്ക് വേണ്ടത് പരിശുദ്ധ കുർബാന നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കണമല്ലോ, കഴിച്ചിട്ട് പൊടിയും തട്ടി പോണതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു ഉത്തരവുണ്ടെന്നുള്ളത്. അതായത് റിഡംപ്ഷ്യോണിസ് സാക്രമെൻറ്റും എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വർഷിപ്പ് ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചാപ്റ്റർ 4 അതിൽ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോളി കമ്മ്യൂണിയൻ, അതിൽ വ്യക്തമായി പറയുന്നു, എനി ബാപ്റ്റൈസ്ഡ് കാത്തലിക് ഹൂ ഈസ് നോട്ട് പ്രിവെൻറ്റഡ് ബൈ ലോ must be admitted to Holy Communion. Therefore, it is not licit to deny Holy Communion to any of Christ's faithful solely on the grounds, for example, that a person wishes to receive the Eucharist kneeling or standing. പരിശുദ്ധ കുർബാന മുട്ടുകുത്തിയോ നിന്നോ നാവിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ തടയരുത്, അവർക്ക് പരിശുദ്ധ കുർബാന വിലക്കരുത് എന്നിവിടെ പറഞ്ഞിരിക്കുക. ഇത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലത്തുള്ള ഉത്തരവാണ്. എന്നിട്ടാണ് പറയണത് ഇത് 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ദുരാചാരം. അതായത് ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോഴേ ഹാലിളകുന്ന ആൾക്കാരുണ്ട്. ട്രഡീഷൻ എന്ന് പറയുമ്പോഴേക്കും അവരെ സഭാവിരുദ്ധരാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. ട്രഡീഷണൽ കാത്തലിസത്തിലോട്ടാണ് യുവാക്കൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്.
യൂറോപ്പിലും അമേരിക്കയിലും ട്രഡീഷണൽ കാത്തലിസം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ കാത്തലിസം ഫോളോ ചെയ്യുന്ന FSSP, അതുപോലെ തന്നെ ക്രൈസ്റ്റ് ദ കിങ്, ഇങ്ങനെയുള്ള സെമിനാരികളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒഴുക്കാണ്, ദൈവവിളികൾ കൂടുന്നു. എനിക്കറിയുന്നൊരു വിദ്യാർത്ഥിയുണ്ട്, സെമിനാരി വിദ്യാർത്ഥി. അവൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ സെമിനാരി പോണില്ല, ഞാൻ നിർത്തി വന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ മോനെ കാര്യം? ചേട്ടാ യോഗ ചെയ്യാൻ പറയുക. ഞാൻ ഇത്ര കാലം സഭയുടെ പഠനം അനുസരിച്ച് വിശുദ്ധരുടെ മാതൃക ഫോളോ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ യോഗയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് പിന്നെ ഇപ്പോൾ സെമിനാരിൽ വന്നിട്ട് യോഗ ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരിക. ഞാനെന്ത് പറയും? നീ പോയിട്ട് പാപം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി, ബെന്റി പാപ്പ എഴുതിയ തൻ്റെ അവസാനത്തെ കത്തിൽ പറയുന്നുണ്ട് ജെർഷ്വാലിറ്റി. ഇതൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതല്ല. ഒരു ബസിലിക്ക പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ കേരള സഭയിൽ ഇന്ന് ഈ ഒരു അപജയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഏതെങ്കിലും അൽമായൻ കാരണമല്ല, അത് ഇത്രയും വൈദികർ കാരണമാണ്. ഇപ്പോൾ ഈ 12 വർഷം സെമിനാരി ഫോർമേഷൻ ലഭിച്ച വൈദികർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് വിശ്വാസം ഉണ്ടാവും? അപ്പോൾ ഇതൊക്കെ എത്രയോ പേരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുണ്ട്. 3-4 വർഷം ഇത് പോകുന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മലബാർ സഭയിൽ അല്ലെങ്കിൽ വിശ്വാസികൾ കുറവാണ്. ആൾക്കാർ വിശ്വാസം ഉപേക്ഷിക്കും. വേറെ റീതിയിലോട്ടൊന്നും ആകുന്നല്ല പറയണത്, മടുത്തു പോകും. കാരണം ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തൊരു ഗ്രൂപ്പ് ആൾക്കാർ പോയി, അവർക്കെതിരെ കാനോൻ നിയമപ്രകാരം ശിക്ഷാ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കോമഡിയാണ്. അപ്പോൾ മാതാവിവിടെ പറയണത്, സെമിനാരികളിലും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അധ്യാപകരും പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഒന്നാമത് ആഷിഖ്ജയുടെ അഭിപ്രായമല്ല കേട്ടോ, എനിക്കൊരു അഭിപ്രായമില്ല, ഇത് മാതാവിൻ്റെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഡാനിയൽ അച്ഛൻ പറഞ്ഞ അച്ഛൻ അനുഭവം. അച്ഛൻ പറയുന്നുണ്ട് ഇതുപോലെ സെമിനാരികളിൽ തെറ്റായ കാര്യം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് പേഴ്സണലി പറഞ്ഞു തരാം എന്ന് അച്ഛൻ പറയുന്ന വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോഴവരെ ഇതൊന്നും അത്ര നല്ല കാര്യമല്ല കേരള സഭയിൽ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാളെ ബിൽഡിങ്ങുകൾ മാത്രമായിട്ട് കേരള സഭ ഒതുങ്ങും. പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുന്നത് നമ്മൾ നിർത്താതെ, പരിശുദ്ധ കുർബാന ഭയഭക്തിയോട് അർപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കാതെ, സുവിശേഷ പ്രഘോഷണം നമ്മൾ ആരംഭിക്കാതെ, ഈ ധ്യാനകേന്ദ്രങ്ങളിൽ എത്ര കാലം നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കും? കേട്ട ക്രിസ്ത്യാനികൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദ യൂസ്? നിങ്ങൾ മിഷൻ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആൾക്കാരെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് കവലകളിൽ പോയി വചനം പ്രഘോഷിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വൈദികനോ ഒരു മെത്രാനോ കവലകളിൽ വചനം പ്രഘോഷിക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ ഈ ടൗണിൽ കഴിഞ്ഞ 50 വർഷമായിട്ടോ ഒരു വ്യക്തി 50 വർഷം മുൻപ് ഒരു പാസ്റ്റർ വന്ന് വചനം പ്രഘോഷിച്ചിട്ടുണ്ടെന്ന് ഈ അടുത്തുള്ള ആൾക്കാർ പറയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രകൃതി സംരക്ഷണം മാറ്റിവെക്കുക, എന്നിട്ട് നിങ്ങൾ വചനം പ്രഘോഷിക്കുക. നമുക്ക് എത്ര മീറ്റിങ്ങുകൾ നമ്മൾ കൂടുന്നു. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ കേരളത്തിൽ മുഴുവൻ ദിവ്യകാരുണ്യം നാവിൽ മാത്രം നൽകാം എന്നൊരു തീരുമാനം നമുക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല? എത്രയോ ദിവ്യകാരുണ്യ നിന്ദനങ്ങൾ എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്നു. എന്തുകൊണ്ട് നമുക്ക് കേരളം മുഴുവനും 1 മണിക്കൂർ വെച്ച് ഒരു നിത്യാരാധന അല്ലെങ്കിൽ ഒരു ഇത്ര ദിവസം നിത്യാരാധന നടത്തി നമുക്ക് പാപപരിഹാരം ചെയ്യാൻ ആരും പറയാത്തത് എന്താണ്? ഇതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഉപ്പിലിട്ട കറിക്ക് ഉപ്പിടുന്നത് പോലെയുള്ളൂ ഇന്ത്യയിലും കേരളത്തിലും, ഇന്ത്യയിൽ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇനി പേരിന് പോലും കാണാതെ ഇനി മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കുന്ന രീതിയിൽ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു വരും, ഇങ്ങനെയുള്ള ദുർമാതൃകകൾ കാരണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? നമ്മളൊന്നും ഇങ്ങനെ വീഡിയോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാം, പക്ഷേ ഇതൊന്നും പറയാനുള്ള വേദികളൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു. പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും Benedictatum mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Rey.